ത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില പ്രത്യേക സംസ്ഥാനങ്ങളിലും സാമാന്യമായി കുറച്ച് പിന്തുണ കിട്ടിയെന്ന് വരാം. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പറഞ്ഞാൽ സാമുദായിക ധ്രുവീകരണത്തിലൂടെയല്ല, സാമുദായിക സൗഹാർദ്ദത്തിലൂടെയാണ് ഏത് പാർട്ടിക്കും വോട്ട് നേടാൻ കഴിയുക. പ്രത്യേകിച്ച് ജനങ്ങൾ സമുദായം എന്ന് പറയുന്ന മുസ്ലിം സമുദായം തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദപരമായ അല്ലെങ്കിൽ തീവ്രവാദപരമായ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നില്ല. വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് അതിലേക്ക് വഴിതെറ്റി പോകുന്നത്. അങ്ങനെയുള്ളവരെ കണക്കാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമെന്നോ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ കഴിയുമെന്നോ പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തപരമാണ്. തീർത്തും സമാധാനപരമായും വികസനം ലക്ഷ്യമാക്കിയുമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് പിന്തുണ നേടുന്നതിൽ വിജയിക്കുകയുള്ളൂ. ഈ വികസനം മുൻനിർത്തിയുള്ള മുന്നേറ്റങ്ങൾ പോലും അതിനുള്ള സമിതികൾ പോലും ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ളതാണോ എന്ന് സംശയം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ തന്നെ ആത്യന്തികമായി ഇസ്ലാമിക രാഷ്ട്രവാദം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ കയറിപ്പറ്റുന്നതിന്, അധികാരത്തിന്റെ ഭാഗമാവുന്നതിന് ഈ വികസന രാഷ്ട്രീയം മുൻനിർത്തി പരിസ്ഥിതിയുടെ പേരിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നെന്നാണ് ആരോപണം. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതിന് വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞതാണ്. ഇന്ത്യയിലെ പരിതസ്ഥിതിയെക്കുറിച്ച് നന്നായി ബോധമുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോകുന്നില്ലെന്നും അത് രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ പോകുന്നില്ലെന്നും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രം അത് രാഷ്ട്രീയതരമായ ഒരു മുഖമുള്ളതുകൊണ്ട് വികസനപരമായ കാര്യങ്ങളിൽ ജനങ്ങളെ പങ്കാളിത്തത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് തന്നെ മറ്റുള്ളവർ കൂടിയാണ്, ഒറ്റയ്ക്കല്ല. മറ്റ് തലത്തിലാവട്ടെ, നിയമസഭയിലാവട്ടെ, പാർലമെന്റിലാവട്ടെ, അവിടെയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതിലേക്ക് പാർട്ടി ആയിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കാൻ പോകുന്നില്ല എന്ന വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലേ. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരുമെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അനുസരിച്ചും സെക്യുലറിസവും മതേതരത്വം അംഗീകരിച്ചുകൊണ്ടുള്ള പാർട്ടികൾക്ക് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ. ഈ കാര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് ബോധ്യപ്പെടാതിരിക്കുന്നത് എങ്ങനെ? അവസാനമായി ശ്രീ ആര്യടൻ ഷൗക്കത്ത്, ഈ